ഒരു ഷൈലോ എന്ന് പറഞ്ഞ പേര് ഒരു ഡിഫറെന്റ് നെയിമാണ്. ഈ ഒരു നെയിം സാർ എന്തുകൊണ്ടാണ് ഈ ട്രാവൽ ഏജൻസിക്ക് ചൂസ് ചെയ്തത്? ഈ ഒരു ട്രാവൽ ഏജൻസി ഷൈലോ ട്രാവൽ എന്ന് പറയുന്ന ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ള കാര്യം എന്താണ് സാർ? ഒരാൾ ബുക്കിംഗ് ചെയ്യുന്ന മുതൽ അയാളുടെ വീട്ടിൽ എത്തുന്നത് വരെ ഈ ഷൈലോ ട്രാവൽ നൽകുന്ന സപ്പോർട്ടിംഗ് സിസ്റ്റം എന്താണ് സാർ? സാർ ഇപ്പോൾ ഒരുപാട് ട്രാവൽ ഏജൻസീസ് ഉണ്ട്. അപ്പോൾ ഈ മറ്റു ട്രാവൽ ഏജൻസീസ് വെച്ച് നോക്കുമ്പോൾ ഷൈലോ ട്രാവലിന് ഉള്ള ഒരു പ്രത്യേകത, ഒരു ഡിഫറെന്റ് എന്താണ്? Hello everyone, welcome back to the show. Today we are talking about stress-free international trip and how to plan your dream trip without confusion. Join us the owner of Shiloh Travel, Mr. Fini sir. Welcome sir. Okay, thank you. സർ, ഞാനിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് സാറിനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട്. കാരണം ഞാൻ ട്രാവൽ അധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അതേപോലെ തന്നെ ട്രാവൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വിദേശയാത്ര ഇഷ്ടപ്പെടുന്നവരും അതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടി ആയിരിക്കും ഇത്. ഞാൻ സാറിന് ഈ ഫസ്റ്റ് ഇന്റർവ്യൂവിൽ എനിക്ക് ആദ്യം ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഷൈലോ എന്ന് പറഞ്ഞ പേര് ഒരു ഡിഫറെന്റ് നെയിമാണ്. ഈ ഒരു നെയിം സാർ എന്തുകൊണ്ടാണ് ഈ ട്രാവൽ ഏജൻസിക്ക് ചൂസ് ചെയ്തത്? മെയിനായിട്ട് ഇതെന്റെ മോടെ പേരാണ് ഷൈലോ. പിന്നെ ഷൈലോ എന്ന് പറഞ്ഞാൽ സമാധാനം. പിന്നെ അമേരിക്കയിൽ നമ്മൾ ഏത് സ്റ്റേറ്റിൽ പോയാലും ഒരു സ്ട്രീറ്റിന്റെ പേര് ഷൈലോ എന്നായിരിക്കും. അതായത് ഒരു ഫെമിലിയർ US കമ്പനി ആയതുകൊണ്ട് US ഫെമിലിയറിറ്റി വരാൻ വേണ്ടി ആ പേര് അങ്ങനെ ഇട്ടത്. സർ, സാധാരണ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെക്കാട്ടി റിസ്ക് ആണ് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക എന്നുള്ളത്. സോ ഈ ഒരു ട്രാവൽ ഏജൻസി ഷൈലോ ട്രാവൽ എന്ന് പറയുന്ന ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്പയർഡ് ആയിട്ടുള്ള കാര്യം എന്താണ് സാർ? ഇൻസ്പയർഡ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ടിക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ടൂർസ് പല കമ്പനിയും ടൂർസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടൂർസ് എന്ന് പറയുമ്പോൾ വെൽ പ്ലാൻഡ് ആയിരിക്കും. ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്ന ടൂർ പാക്കേജസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തൊട്ട് തിരിച്ച് വീട്ടിൽ വരുന്നതിന് വരെ ഞങ്ങളുടെ ഉത്തരവാദിത്വം. അതായത് ഞങ്ങള് നിങ്ങളുടെ ഫുഡും കാര്യങ്ങളും നിങ്ങളുടെ ഹോട്ടൽസ്. സോ അമേരിക്കയിൽ നിന്ന് പോകുന്ന ഗസ്റ്റ് ആയതുകൊണ്ട് വി ടേക്ക് കെയർ ഓഫ് എവറിത്തിങ്. ലൈക്ക് ഹോട്ടൽസ് ആയാലും ഞാൻ താമസിക്കുന്ന ഹോട്ടലാണോ എന്ന് നോക്കും, പറ്റുന്ന ഹോട്ടലാണോ എന്ന് നോക്കിയിട്ട് അതിന്റെ ആ സ്റ്റാൻഡേർഡ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യാറുണ്ട്. അന്നേരം പല ട്രാവൽ ഏജൻസിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ടീം അത്രയ്ക്ക് എഫിഷ്യന്റ് ആയിട്ടുള്ള ടീമാണ്. എനിക്ക് കൊച്ചിലെ മുതലേ ട്രാവൽ ചെയ്യാൻ ആഗ്രഹമുള്ളതാണ്. പിന്നെ ഞാൻ സ്വന്തമായിട്ട് തന്നെ ഒരു 60+ കൺട്രീസിൽ പോയിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ. ഒരാൾ ബുക്കിംഗ് ചെയ്യുന്ന മുതൽ അയാളുടെ വീട്ടിൽ എത്തുന്നത് വരെ ഈ ഷൈലോ ട്രാവൽ നൽകുന്ന സപ്പോർട്ടിംഗ് സിസ്റ്റം എന്താണ് സാർ? ഞങ്ങളുടെ ഓഫീസിൽ ഒരു കോൾ വരുമ്പോൾ നമ്മൾ കസ്റ്റമറോട് ചോദിക്കും എവിടെ പോകേണ്ടി, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം നമ്മളോട് പറയും. അവരിപ്പം ഞങ്ങളുടെ പ്രീ പ്ലാൻ ടൂറിൽ പോകണമെങ്കിൽ നമ്മളത് അവർക്ക് അവരുടെ ഫ്ലൈറ്റ്, ഹോട്ടൽസ്, ഐറ്റിനറീസ് എല്ലാം ഓൾ ഫുഡ് എവറിത്തിങ് ഇൻക്ലൂഡഡ് ആണ്. തിരിച്ച് വീട്ടിൽ വരുന്നവരെയുള്ള ഫ്ലൈറ്റ്സ്. പിന്നെ അവർ വിളിച്ചിട്ട് ഒരു കസ്റ്റമൈസ്ഡ് ടൂർ പാക്കേജ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഏത് ടൂറും ലോകത്തിലെ ഏത് രാജ്യവും കസ്റ്റമൈസ് ചെയ്ത് തരും. ഇപ്പൊ 2 പേരായാലും 10 പേരായാലും 50 പേരായാലും നമുക്ക് കേറ്റർ ചെയ്യാൻ പറ്റും. കസ്റ്റമർ ഫ്രണ്ട്ലി ആയിരിക്കും. പല അതത് സ്ഥലത്ത് ഗൈഡ്സ് ഉണ്ട്. പിന്നെ ചില രാജ്യങ്ങളിൽ ടൂർ മാനേജേഴ്സ് ഉണ്ട്. ഞങ്ങൾക്ക് യൂറോപ്പ് ആണെങ്കിൽ ഞങ്ങൾക്ക് മലയാളി ഡ്രൈവർ ഉണ്ട്, ഹിന്ദിക്കാർ ഡ്രൈവർ ഉണ്ട്, ലോക്കൽ ഡ്രൈവർ ഉണ്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. എല്ലാം പ്രൊവൈഡ് ചെയ്യും. മറ്റുള്ള ട്രാവൽ ഏജൻസി വെച്ച് നോക്കുമ്പോൾ നമുക്ക് US മെയിൻ ഓഫീസ്. പിന്നെ നമുക്ക് ഇന്ത്യയിൽ കൊച്ചിയിൽ ഓഫീസുണ്ട്. പിന്നെ ദുബായിൽ ഓഫീസുണ്ട്. പിന്നെ ഞങ്ങളുടെ സർവീസ് 24/7 ആണ്. നിങ്ങൾ എവിടെ പോയാലും, ലോകത്തിൽ എവിടെ പോയാലും 24 hours നമ്മുടെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ നമ്മുടെ എപ്പോഴും ഒരു ആൾ അവിടെ കാണും ടു അസിസ്റ്റ് ചെയ്യും. സോ അതാണ് നമ്മുടെ ആയിട്ടുള്ള വ്യത്യസ്തം. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മൾ പാക്കേജ് കസ്റ്റമൈസ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പം ബഡ്ജറ്റ് കുറവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ഫിക്സ് ചെയ്യാം. ബഡ്ജറ്റ് പ്രീമിയം വേണമെങ്കിൽ പ്രീമിയം ഉണ്ട്. സോ എങ്ങനെ വേണമെങ്കിൽ ഞങ്ങൾക്ക് കേറ്റർ ചെയ്യാൻ പറ്റും എനിവേർ എന്ന് പറയും. അപ്കമിംഗ് ടൂർ പാക്കേജസിൽ സാർ പേഴ്സണലി കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഡെസ്റ്റിനേഷൻ ഏതാണ്? ഡെസ്റ്റിനേഷൻ നോക്കിയാൽ എല്ലാം ഒരുപോലെ നല്ലതാണ്. പിന്നെ യൂറോപ്പിൽ ഞങ്ങൾക്ക് കുറെ ഗ്രൂപ്പ്സ് ഉണ്ട്. യൂറോപ്പ് എന്ന് പറയുമ്പം 10 കൺട്രി ഉണ്ട്, 5 കൺട്രി ഉണ്ട്, 3 കൺട്രി ഉണ്ട്. ഐസ്ലാൻഡ് മാത്രമുണ്ട്, സ്കാൻഡിനേവിയൻ ഉണ്ട്. പിന്നെ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് നമ്മുടെ ഇപ്പോൾ ഹോട്ട് പ്രോജക്റ്റ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം പോകുന്നത് ജപ്പാൻ ആൻഡ് കൊറിയ പീപ്പിൾ എല്ലാവരും എക്സൈറ്റഡ് ആണ്. അവിടെ ചെറി ബ്ലോസം സീസൺ തുടങ്ങുക ഏപ്രിലിൽ.
പിന്നെ നമുക്ക് കെന്യ ഉണ്ട്. കെന്യ ഇപ്പം അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കെന്യ മസായ് മാറ. സാർ ഇപ്പൊ യൂറോപ്പിനെ പറ്റി പറഞ്ഞല്ലോ. യൂറോപ്പ് പാക്കേജിൽ എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത്? യൂറോപ്പിലായാലും ഞങ്ങൾക്ക് കുറെ പാക്കേജസ് ഉണ്ട്. ഇപ്പം നോക്കിയാൽ സ്കാൻഡിനേവിയൻ ഉണ്ട്. സ്കാൻഡിനേവിയൻ നോക്കുമ്പോൾ നോർവേ, സ്വീഡൻ, ഡെൻമാർക്ക്, പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഫിൻലാൻഡ്, എസ്റ്റോണിയ, ലാത്വിയ, ലിത്വാനിയ അത് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ തന്നെ ഇപ്പം സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, ഹംഗറി, സ്ലൊവേനിയ, അങ്ങനെ നമ്മൾ അങ്ങനത്തെ പാക്കേജ് ഉണ്ട്. ഓസ്ട്രിയ. സോ യൂറോപ്പ് മൊത്തം നമ്മൾ കവർ ചെയ്യുന്നു. ഇപ്പം ലണ്ടൻ എടുത്താൽ ലണ്ടൻ, സ്കോട്ട്ലാൻഡ്, അയർലാൻഡ് നമുക്ക് പാക്കേജ് ഉണ്ട്. സർ യൂറോപ്പ് എങ്ങനെയാണ്, സേഫ് ആണോ ട്രാവൽ ചെയ്യാനായിട്ട്? യൂറോപ്പ് ഓവറോൾ സേഫ് ആണ്. പക്ഷെ നമ്മൾ കേരളസ് ആയാലും അവിടെ നമ്മുടെ സാധനം പോകും. സോ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ നമ്മൾ ഓൾവേസ് കീപ്പ് ചെയ്യുക. ലൈക്ക് നമ്മുടെ പാസ്പോർട്ടും നമ്മുടെ വാലറ്റും എല്ലാം ഓൾവേസ് നമ്മൾ തന്നെ പ്രൊട്ടക്ട് ചെയ്യുക. നമ്മുടെ ബാഗ് ആയാലും ബാക്ക് പാക്ക് ആയാലും ബാക്ക് ഇടാതെ ഫ്രണ്ടിൽ ഇട്ടാൽ കുറച്ചുകൂടെ അത് സേഫ് ആയിരിക്കും. പിന്നെ ഓൾവേസ് അലേർട്ട് ആയിട്ടിരിക്കും. ബിക്കോസ് പാരീസിലായാലും റോമിലായാലും ഇറ്റലിയിലായാലും ലൈക്ക് ഒത്തിരി തെഫ്റ്റ് നടക്കുന്നുണ്ട്. ഞങ്ങളെ ഗ്രൂപ്പ്സ് തന്നെ ഇടയ്ക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. അവർക്ക് ഇപ്പം പാസ്പോർട്ട് ഒരാളെ പാസ്പോർട്ട് പോയായിരുന്നു. പക്ഷെ പാസ്പോർട്ട് നെക്സ്റ്റ് ഡേ അവർക്ക് US എംബസി പോയി അവർക്ക് കിട്ടി. സോ സേഫ് ആണ് ഓവറോൾ. പക്ഷെ തെഫ്റ്റ് ഒത്തിരി ഉണ്ട്. ലൈഫിന് ഡേഞ്ചർ ഒന്നുമല്ല, പക്ഷെ തെഫ്റ്റ് ഒത്തിരി നടക്കാറുണ്ട്. സർ വ്യൂവേഴ്സ് ഇന്ന് തന്നെ ഷൈലോ ട്രാവലിനെ കോൺടാക്ട് ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്? ഷൈലോ ട്രാവലിനെ കോൺടാക്ട് ചെയ്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോവാം, shiloholidays.com. അവിടെ പോയാലും ഞങ്ങളുടെ പാക്കേജിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയാണ്. അതിൽ കുറെ പാക്കേജ് ചിലപ്പോൾ കാണത്തില്ല. ബട്ട് സ്റ്റിൽ വി ഹാവ് മോർ. ഞങ്ങളെ വിളിച്ചാൽ മതി 2812016460. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഡെസ്റ്റിനേഷൻ, അതില്ലാത്ത ഡെസ്റ്റിനേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, ഞങ്ങളെ വിളിച്ചാൽ നമ്മളത് എപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഹെൽപ്പ് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. എപ്പോഴും അവൈലബിൾ. സർ ഇനി ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്. സാറിന്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയായിരുന്നു? അതുപോലെ തന്നെ സാറ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുമെന്ന് സാർ വിചാരിച്ചിരുന്നു? ചൈൽഡ്ഹുഡ് നോർമൽ ആയിരുന്നു. കൊച്ചിലെ തൊട്ട് ബിസിനസ് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ബിസിനസ് ചെയ്യുമായിരുന്നു. പിന്നെ ഈ ഇൻഡസ്ട്രിയോട്ട് കയറാൻ കാര്യം എൻ്റെ ഒരു കസിൻ എന്നെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഇൻഡസ്ട്രി കയറി. പിന്നെ ഒരു സ്ഥാപനത്തിൽ കുറച്ച് വർഷം ജോലി ചെയ്ത് പിന്നെ ഞാൻ സ്വന്തമായിട്ട് തുടങ്ങി. അങ്ങനെ പിന്നെ ടൂർ പാക്കേജസിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്തു. ആൻഡ് ഇപ്പം അമേരിക്കയിലെ ഒരു ലീഡിങ് ടൂർ ഓപ്പറേറ്റർ ആയിട്ട് മാറി. അതാണ്. എത്ര വർഷമായി ഷൈലോ ട്രാവൽ ഏജൻസി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഷൈലോ ട്രാവൽ തുടങ്ങിയിട്ട് ഈ ഫെബ്രുവരിയിൽ ലാസ്റ്റ് 9 years ആയി. ഇപ്പോൾ ടോട്ടൽ ഇൻഡസ്ട്രിയിൽ ഒരു 15 years ആയിട്ടുണ്ട്. സർ ഇനി സാറ് ഒരുപാട് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ള ഒരാളാണല്ലോ. സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാജ്യം ഏതാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഒത്തിരി രാജ്യത്തിൽ പോയിട്ടുണ്ട്. ഒരു 60+ രാജ്യം. അതിനകത്ത് പലതും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് മെയിനായിട്ട് ഇഷ്ടം ടർക്കിയാണ്. ഞാൻ ടർക്കിയിൽ 4 പ്രാവശ്യം പോയിട്ടുണ്ട്. ടർക്കിയിൽ തന്നെ ഞാൻ ഒരു 3000 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ആ രാജ്യം എനിക്കെല്ലാം ഇഷ്ടമാണ്. അവിടുത്തെ കൾച്ചർ ഇഷ്ടമാണ്, അവിടുത്തെ ഹിസ്റ്ററി ഇഷ്ടമാണ്. കുറച്ചുകൂടെ നാച്ചുറൽ ആയിട്ട് ഒരു ഫീൽ ചെയ്യുന്ന ഒരു രാജ്യം. അവിടുത്തെ ഫുഡ് ആയാലും അവിടുത്തെ ആൾക്കാരായാലും മൊത്തത്തിൽ ഐ തിങ്ക് ടർക്കിയാണ് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പോയിരിക്കണം. ബിക്കോസ് അതൊരു കുറച്ചുകൂടെ ഒരു റിയൽ ആയിട്ട് തോന്നുന്ന ഒരു രാജ്യം ഫോർ മീ. പിന്നെ കോസ്റ്റ് ഓഫ് ലിവിങ് ആയാലും കോസ്റ്റും വൈസും കുറവ്. സ്വിറ്റ്സർലാൻഡ് നല്ലതാണ്, വെരി ഗുഡ്. പക്ഷെ നമ്മൾ കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ടർക്കി കുറച്ചുകൂടി നമ്മളെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും. നമ്മൾ കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആയിരിക്കും ആ ട്രിപ്പിൽ നിന്ന്. അതെന്റെ ഒരു പേഴ്സണൽ കാര്യമാണ്. പലർക്കും പല ഒപ്പീനിയൻ കാണും. അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ, നമ്മളോട് കൂടെ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന്. യാത്രയിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് സാർ ഇപ്പോൾ ഷെയർ ചെയ്തത്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.